ബ്രസീൽ ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ ആരാധക പ്രതീക്ഷ വാനോളമാണ്. ന്യൂജേഴ്സിയിൽ പുലർച്ചെ 3:30 കിക്ക് ഓഫ് ആവുന്നത് ഗ്രൂപ്പ് സിയിലെ ഗ്ലാമർ പോരിനാണ്. അടുത്ത ആഴ്ചയോടെ മാത്രമേ നെയ്മർ കായികക്ഷമത വീണ്ടെടുക്കൂ എന്നാണ് കോച്ച് അഞ്ചലോട്ടി വ്യക്തമാക്കിയത്. പഴയ പ്രതാപമില്ല എന്നത് ശരി തന്നെ. എന്നിരുന്നാലും ഫുട്ബോളിൽ ബ്രസീലിനോളം പെരുമ മറ്റാർക്കും അവകാശപ്പെടാനില്ല. ഭയപ്പെടുത്തുന്ന മഞ്ഞ കൊടുങ്കാറ്റായി മാറാൻ ഒരു വിസിൽ മുഴക്കം മതി. അതാണ് ബ്രസീൽ എന്ന മാന്ത്രിക സംഘത്തിന്റെ ചന്തവും. 2 വ്യാഴവട്ടത്തിലെ കിരീട വരൾച്ചയ്ക്കാണ് ഇക്കുറി അറുതി വരുത്തേണ്ടത്. നെയ്മർ കളിക്കാൻ സാധ്യതയില്ല എന്നത് ആരാധകർക്ക് സങ്കടമാണ്. പക്ഷേ ബ്രസീലിയൻ ടീമിന് അത്ര ആശങ്കയില്ല എന്നതാണ് വാസ്തവം. സൂപ്പർ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾ തന്നെയാകും കാനറി പറവകളുടെ ഹൈലൈറ്റ്. ചാമ്പ്യൻസ് ലീഗും ലോകകപ്പ് നേടുന്ന 3ാമത്തെ കോച്ചാകാനുള്ള ശ്രമത്തിലാണ് ഇറ്റാലിയൻ പരിശീലകൻ. പലപ്പോഴും പതറി, ചിലപ്പോഴൊക്കെ ഉണർന്ന് ലോകവേദിയിലേക്ക് ടിക്കറ്റ് എടുത്ത ബ്രസീലിന് ഇനി മുന്നും പിന്നും നോക്കാനില്ല. To win is really difficult to say. I think we can compete and we have the possibility to compete to win. Of course, yes, we can compete and we are ready to compete. So to win, we are a little detail sometimes in football, but I think the feeling today is we have a good feeling about this World Cup, not only about this first game, because it's only the first game of this competition. പതിവ് പോലെ കടലാസിൽ കനം കൂടുതലാണ് ടീം ലൈനപ്പിന്. ഗോൾ പോസ്റ്റിൽ ആലിസൺ ബക്കർ മുതൽ മുന്നേറ്റത്തിൽ വിനീഷ്യസ് ജൂനിയറും തിയാഗോയും വരെ നീളുന്ന താരനിര. റഫീഞ്ഞോയുടെ ഫോമാണ് പ്ലസ് പോയിന്റ്. ചങ്കിടിപ്പ് കൂട്ടുന്നത് എതിരാളികളുടെ ആത്മവിശ്വാസമാണ്. ഖത്തറിൽ കറുത്ത കുതിരകളായി പാഞ്ഞ മൊറോക്കോ ഊർജം കൂട്ടിയിട്ടേയുള്ളൂ. ആവേശവും കളിമികവും 2 പടി കൂടി ഉയർന്നു. അഷ്റഫ് ഹക്കീമി, ബ്രാഹിം ഡയസ്, അയൂബ് അൽകാബി, ഇസ്മായിൽ സായ്ബരി ലോക ഫുട്ബോളിൽ ആരെയും കൂസാത്തവരാണ് നിരയിൽ. 2ാം തവണയാണ് ലോകകപ്പിൽ ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടുന്നത്. 98-ൽ ബ്രസീൽ 3-0 ജയിച്ചു. എന്നാൽ 3 വർഷം മുമ്പ് സൗഹൃദ പോരിൽ മൊറോക്കോയ്ക്കായിരുന്നു ജയം. ബ്രസീലിനായി ആർത്തു വിളിക്കുന്ന മലയാളി ആരാധകർക്ക് ഉറങ്ങാനാവില്ല ഈ രാത്രി. പുലർച്ചെ 3:30 വിസിൽ മുഴങ്ങുമ്പോൾ ശ്വാസം നിലയ്ക്കും തീർച്ച. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.